എവിടെയുള്ളേ? പൊറോട്ടയും പൂരിയൊക്കെ ഉണ്ടോ? അത് ഹോട്ടലാണോ? ചെറിയ ചട്ടിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയ ഒരു കുക്കിംഗ് ആണോ? ഫുഡ് ഉണ്ടാക്കുക? ഇത് എന്താ ഉണ്ടാക്കിയിട്ടില്ലേ? കോഴിക്കറിയോ? എനിക്ക് കുറച്ച് കോഴിക്കറി നോക്കട്ടെ. കുറച്ച് കോഴിക്കറിയാ. എന്റെ അമ്മ തണ്ടില്ല, വലിയ ചിക്കൻ പീസാട്ടാ കിട്ടിയ. നിന്റെ അടുത്ത് എന്താടി? നിന്റെ അടുത്ത് എന്താ? നിന്റെ കടയിൽ എന്താ? ഇത് കുറെ സാധനങ്ങളൊക്കെ പീപ്പിയോ എന്തൊക്കെയുണ്ടല്ലോ? നിന്റെ കടയിൽ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ കുപ്പിയിലെന്താ? ഈ കുപ്പിയിലെന്താ? മീൻകറിയോ? മീൻകറിയോ? മീൻകറി ബിങ്കോയോ? ഓ ബിങ്കോ ഉണ്ടോ? എന്നാ കുറച്ച് ബിങ്കോ നോക്കട്ടെ. ഒമ്പ ബിങ്കോയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബിങ്കോ കിട്ടി. ഞാൻ കഴിക്കട്ടെ. നിന്റെ പേരെന്താ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് മൈ ലെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുത്തങ്ങ കഴിഞ്ഞ് പൊൻകുഴി ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള ഒരു കാടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അഭി കൂടാതെ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, വിഷ്ണു. ഇവനെ ഞാൻ പരിചയപ്പെട്ട കുറേ കഥയുണ്ട്. മറ്റേ കൊറോണേൻ്റെ ടൈമിൽ മറ്റേ ക്വാറന്റൈൻ കിടന്നപ്പോൾ ഞാനും വിഷ്ണു കൂടെ ഫ്രണ്ട്സ് ആയതാണ്. അപ്പോൾ അവന് ഇന്നലെ വിളിച്ചിട്ട് പറയുന്നത്, നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങളും പിന്നെ അവിടുത്തെ കാടിലെ കാഴ്ചകളൊക്കെ കാണിക്കാം ഏട്ടന്മാന്നുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പം കാടിന് ഇവിടുത്തെ അടിയുള്ളതെന്നുള്ളൊരു പേടിയിലാണ് മുന്നോട്ട് നടക്കുന്നത്. ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നത് ആ ഒരു ഇതുണ്ട്. പിന്നെ അതാ വിഷ്ണു കൂടെ ഉള്ളത് കൊണ്ട് ഒരു ധൈര്യം. ണ്ടല്ലേ നമ്മളിപ്പോ കറക്റ്റ് റോഡിൽ നിന്ന് കൂടെ കയറിയപ്പോൾ തന്നെ ഫുള്ള് കാടിന്റെ ആ ഒരു ഉള്ളിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ്. ചെറിയൊരു കോൺക്രീറ്റ് ഇട്ട് റോഡുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ബാമ്പു ബോയ്സിൽ കണ്ടില്ലേ, ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവരെ കോലുമ്പോ കുത്തിട്ട് പൊരിക്കുന്നത്, അതുപോലെ ആവുമോ ലാസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ വിഷ്ണുവിൻ്റെ ധൈര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലുള്ള കുറേ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ വീടും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലിയും കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാരുടെ അവരുടെ എന്താ പറയുക അവരുടെ വീടും പിന്നെ ജീവിതശൈലിയും അതൊക്കെ ഒന്ന് പകർത്താനാണ് പോകുന്നത്. പുതിയ പുതിയ വീടുകൾ, പഞ്ചായത്തിന്റെ പുതിയ വീടുകളും അതാണ് ഇതുണ്ടല്ലേ. ഈ കുടിലുകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചെറിയ കോൺക്രീറ്റ് ഇട്ട് വീടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റോഡും ഇതുണ്ടല്ലേ, മൺവീടുകളുണ്ട് ഈ സൈഡിൽ. അങ്ങോട്ടൊന്ന് പോയിക്കല്ലോ. ണ്ടല്ലേ ഇപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ചെറിയൊരു വീടുകളൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു വീടുകളും കണ്ടില്ലേ. ചെറിയൊരു കുട്ടി അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഓടി പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് വീടല്ല കേട്ടോ നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിലല്ലോ. ചെറിയൊരു വീടുണ്ടല്ലേ. നമ്മുടെ വയനാടിൻ്റെയൊക്കെ പഴയ ഒരു മറ്റേ ആദിവാസി കുടുംബങ്ങളുടെയൊക്കെ ഒരു കാഴ്ചകൾ നമുക്കിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നൊരു ടൈപ്പ് ഒരു ചെറിയ വീടുകളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇപ്പോൾ അടുത്തുണ്ടാക്കിയത് നിങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നടന്നു നോക്കാം. എങ്ങനെ ഇതിൽ പോയല്ലേ കണ്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ എന്താ പറയുക, കുടിലൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി നല്ല കോൺക്രീറ്റും ഒരു അങ്ങനത്തെ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള വീടുകളാണ്. പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുന്ന വീടുകളാണ്. ഉണ്ടല്ലേ. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയും ചെറിയൊരു ഉണ്ടല്ലേ കുടിൽ നല്ല ഭംഗിയില്ല കാണാം. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് അവർ ഭക്ഷണം വെക്കുന്നതിൻ്റെയൊക്കെ ചെറിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ അങ്ങോട്ടുണ്ടല്ലേ കുറേ. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നടന്നു നോക്കാം. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഇതേപോലെ കുടിലുകളുണ്ട്. പക്ഷെ ഇപ്പം കുറേ പേർക്കൊക്കെ പഞ്ചായത്തിൽ നിന്ന് വീടൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വീട് റോഡ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പുരോഗമനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ. കുറച്ച് പേർക്കൊക്കെ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ഈ സൈഡിൽ ഉണ്ടല്ലേ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട്. വിഷ്ണു എങ്ങനെയാണ് ഇന്ന് നമുക്ക് ഫുഡൊക്കെ നിൻ്റെ ഒക്കെയാണോ? ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഉണ്ടോ വീട്? നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാം. അവിടെയും കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ മാസ്ക് ഒന്നും ഇടാത്തത്. നല്ലൊരു എന്താ പറയുക ഫ്രഷ് ബ്രീത്ത് കിട്ടുന്നതുകൊണ്ടാണ്. നമ്മുടെ ടൗണിൽ പിന്നെ അറിയാത്ത ആൾക്കാരൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. ഇതുണ്ടോ, ഇതിന് മറ്റേ ട്രഞ്ച് എന്നല്ല പറയും സംഭവം. ആന വരാണ്ടിരിക്കാനുള്ള ട്രഞ്ച് എന്നല്ലേ, ആന നാട്ടിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ട്രഞ്ച് സംഭവം.
അവിടെ നാടാണ്, ഇതിൻ്റെ ഉള്ളിൽ കാടാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് അങ്ങോട്ട് പോകൊണ്ടിരിക്കാനാണ്, റോഡിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ മൊത്തം വീടുകളാണ്. നമ്മൾ ആൾതാമസമുള്ള കാട്ടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അതെ, ആൾതാമസമുള്ള കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് റോഡ് സൈഡ് നോക്കിയപ്പോൾ എന്താ സംഭവം വെച്ചാൽ കുറേ വീടുകൾ നമ്മൾ കോൺക്രീറ്റ് വീടുകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പം എല്ലാം പഴയ ആ ഒരു ഇത് ഒക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചുകൂടി ഉള്ളോട്ട് കയറി കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ വേറൊരു വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയത്. നടന്നു വന്ന് ചെറിയൊരു കുടിലുണ്ടല്ലേ. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു വീടൊന്നും ആരെ ഓർമ്മകളിൽ നിന്ന് തന്നെ മറന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വീടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ നല്ല കോൺക്രീറ്റ് ഇട്ട വീടുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുടങ്ങളും വെള്ളം നിറച്ച് വെച്ചിട്ടും വീടുകളുടെ ഒരു നല്ല കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ ഇതിൻ്റെ ഉള്ളിൽ? കാട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു ഫീല്, നല്ലൊരു തണുത്ത ഒരു ബ്രീസും. ഇവിടെ ചെറിയൊരു പയ്യൻ നിൽക്കുന്നത്, എന്തോ വടിയൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട് അങ്ങോട്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ അങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതോടെ നമുക്ക് നല്ല നല്ല വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ അതൊരു വീടാന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെ ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞത് അത് അവരുടെ അമ്പലമാണ്. അത് അവർ പൂജിക്കുന്ന ഏതൊരു മൂർത്തിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതുണ്ടല്ലേ, കാട്ടിൻ്റെ നടുവിൽ നമ്മുടെ ഈ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു അവർ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ഉണ്ടല്ലേ, അവരുടെ ഒരു ആരാധനാമൂർത്തിയാണിത്. അതെന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, പുറത്തു നിന്നിട്ട് കാര്യങ്ങൾ എടുത്തുവെന്ന് പറഞ്ഞു. ഇതുണ്ടല്ലേ ചേട്ടാ, ഒന്ന് വീട് ഇവിടെ നിങ്ങൾ എന്താ പ്രതിഷ്ഠ എന്താണ് അറിയോ? പൂജ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ശിവന്റെ എങ്ങനെ എങ്ങനെ? അതല്ല, പ്രതിഷ്ഠ എന്താണ്? ദൈവം നിങ്ങളുടെ ആദിവാസി വിഭാഗത്തിന്റെ നിങ്ങളുടെ ദൈവമാണല്ലേ, നിങ്ങളുടെ കുലമൂർത്തി അതുപോലെ. ഇവിടെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടേക്ക് കാനൊക്കെ ഇറങ്ങാറുണ്ടോ നിങ്ങൾ? ഇപ്പം ഇറങ്ങാറില്ല. റോഡ് സൈഡിലുണ്ട് അല്ലേ? ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെങ്ങനെയാണ് ഇവിടെ ജീവിതം എങ്ങനെ ചെയ്യുന്ന ജീവിതമാർഗ്ഗമൊക്കെ എങ്ങനെയാണ്? കാട്ടിലത്തെ പണികൾ തന്നെ. എങ്ങനെ നെല്ലിക്കയൊക്കെ പറക്കി വിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? നെല്ലിക്ക, തേന്. തേനുണ്ടോ ചേട്ടൻ്റെ അടുത്ത്? ഇവിടെ ഉണ്ടോ? നല്ല കാട്ടുതേൻ കിട്ടുമോ? ഇപ്പം ഇല്ല, തീർന്നുണ്ടാവും അല്ലേ? അതൊരു ഓരോ ടൈമിലായിരിക്കും. ഇപ്പം കാട്ടുന്നുണ്ട് കിട്ടുന്നത് നെല്ലിക്ക. നെല്ലിക്ക നല്ല അത്യാവശ്യം വിറ്റ് പോകുന്നുണ്ട്. നിങ്ങൾ പാക്കറ്റ് 30 രൂപയല്ലേ കൊടുക്കുന്നത്? ഞാൻ വാങ്ങിച്ചിരുന്നു കുറേ ഇതിന് മുന്നേ തുല്യ. അപ്പോൾ നമ്മൾ മൂപ്പരോട് ചോദിച്ചപ്പോൾ കണ്ടില്ലേ, തേന് നെല്ലിക്കയൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. വേറെ പരിപാടികളൊന്നുമില്ല. കാട്ടിൽ നിന്ന് കിട്ടുന്ന തേനും നെല്ലിക്കയൊക്കെ വിറ്റിട്ട് ഒരു പാക്കറ്റ് നെല്ലിക്കയ്ക്ക് 30 രൂപ 50 രൂപ ഇതിലാണ് അവർ വിൽക്കുന്നത്. അപ്പം അങ്ങനെ കാട്ടിലെ തേനും നെല്ലിക്കയൊക്കെ വിറ്റിട്ട് ജീവിക്കുന്നൊരു ജീവിതശൈലിയും അതാണ് അവരുടെ ഉപജീവന മാർഗം. ഇതുണ്ടല്ലേ, നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്നത്. ഇതുണ്ടല്ലേ, ഇത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ഈ ബൗണ്ടറി ഉണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ നടന്നു നോക്കാം. കണ്ടില്ലേ, ഇതിലേ പോകുമ്പോഴും ഇവിടെയും ചെറിയൊരു കുടിൽ കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ വീട് കണ്ടില്ലേ നമ്മൾ, നല്ല ഭംഗിയുള്ള വീടാണ്. ഏട്ടാ ഏട്ടാ, ആളില്ലേ ഇവിടെ? അപ്പോൾ ഇവിടെ ആളില്ല. അപ്പോൾ നമുക്ക് നേരെ മുമ്പോട്ട് പോകും. ഇവിടെ ഇതുണ്ടല്ലേ, ഇവിടെ ചെറിയൊരു വീട്, കുറച്ച് മറ്റേ സിമെൻറ്റിൻ്റെ കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സിമെൻറ്റിൻ്റെ കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ചെറിയ വീട്, പിന്നെ ഇതുണ്ടല്ലോ ഇവിടെയും അതുപോലെ തന്നെ. ഇതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ സൈഡിൽ ചെറിയൊരു അവരുടെ അങ്ങനെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഒരു മറ്റേ വിറക് വെക്കാൻ ചെറിയ ഷെഡുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്ഥലം. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ മുമ്പോട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. ഇവിടെ എവിടെയാ? താഴെയാ? കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക്? കുറേ കൂട്ടുകാരുണ്ടല്ലോ കളിക്കാൻ. ഇവിടെ വീട് അതാ കണ്ടോ, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവർക്ക്. ഇതെന്താ, വാട്ടർ ബലൂണോ? എന്താ പരിപാടി, കളിക്കുക? എന്താ നിങ്ങളുടെ എല്ലാവരും പേരെന്തൊക്കെയാ?
അയ്യപ്പൻ അയ്യപ്പൻ എന്താ പേര്? പേര് പറ, പേര് പറ. ആ പ്രദീപ്, അനസ്. നിന്റെ പേരോ? അനു. അപ്പൊ ഇവരെ പേരോ? സുചിത്ര. അതുണ്ടോ കുറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒന്ന് കളിക്കാണ്ടിരിക്കുന്നത്. കുട്ടിയുടെ പേരെന്താ? പ്രഭു. ഉണ്ടോ? അപ്പൊ നമുക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ കണ്ടില്ലേ. ഇവരെല്ലാരും കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? വാ. അപ്പൊ നമുക്ക് ഈ കുട്ടിപ്പട്ടാളത്തിന്റെ ഒപ്പം മുമ്പോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവരെ വീട് കണ്ടില്ലേ. ഇതൊരു ചെറിയൊരു വീട് പോലെ. ഇതാരാ നിങ്ങളുടെ അച്ഛമ്മയാ അവിടെ ഇരിക്കുന്നത്? ഇവിടെ ഒരാള് നമുക്ക് ഇങ്ങനെ പാത്രം കഴിയുന്നുണ്ട്. ഇതിന് മുത്തശ്ശീന്റെ പേരെന്താ? ചീരാന്നാ? ഇതൊന്ന് മുടി ഇങ്ങനെ വളർത്തിയിട്ട് പോരെ. അത് വിടുവോ? മുടി വളർത്തിയതാ? തന്നെ ആയതാ? ഞങ്ങളൊക്കെ ഇങ്ങനെ കുറെ വളർത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടോ അമ്മമ്മന്റെ മുടി അടിപൊളിയായിട്ടുണ്ട്. അമ്മ കൂടെ ഒന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുടി ചീര ചീര. ഇത് കുറെ നാളെ വളർത്താൻ തുടങ്ങിയിട്ട് ഇങ്ങനെ. എത്ര വർഷം? നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം. അമ്മൂമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മൂമ്മേന്റെ മുടി നമുക്കൊന്ന് നോക്കാം. സംഭവം ഉഷാർ മുടിയാണ് കേട്ടോ. അമ്മേന്റെ മുടി ഒന്ന് കാണിച്ചു തരാം, നോക്കിയോ. കണ്ടോ ബാക്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കട്ടെ. അമ്മേ, മുടി ഇങ്ങനെ ചട പിടിച്ചിട്ട് നമ്മൾ ഒരു ഡ്രെഡ് ലോക്ക് ചെയ്യുന്നവരെ കണ്ടില്ലേ. ഇത്രയും വലിയ മുടിയാണ്. ഇത് കുറെ നാളെ വളർത്താൻ തുടങ്ങിയിട്ട്? കുറെ നാളെ വളർത്താൻ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായിട്ട് വളർത്തുന്നുണ്ട് അല്ലേ. സംഭവം നല്ല കിടലിനായില്ലേ. ഇതല്ലേ ചിരുമേൻ്റെ വീട് അല്ലേ? ഇതാണ് ചിരുമേൻ്റെ വീട് അല്ലേ? മേലെയാണല്ലേ? ആ ആ. അപ്പൊ ഇവിടെ കുട്ടികളെ ഇവിടെ ഇതുപോലത്തെ ചെറിയ വീട് അല്ലേ? ഇവിടെ ആരാ താമസിക്കുന്നത്? കഞ്ഞി വെക്കുന്നതൊക്കെ നിങ്ങൾ ഇവിടെ അല്ലേ? ഇതൊന്ന് തുറന്ന് കാണിച്ചു തരും എനിക്ക്. നമുക്ക് ചീരമ്മയുടെ ഇവിടെ കഞ്ഞിന്നൊക്കെ വെച്ച് അവർ താമസിക്കുന്ന വീടാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടല്ലേ, ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ അല്ലേ. ഇതുണ്ടല്ലേ, ഇതാണിപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു കാഴ്ച കണ്ടല്ലേ. ഇത്രയും ചെറിയൊരു കുടിലൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിങ്ങനെ അടയ്ക്കുന്നില്ല ഡോറ്, ചെറിയ പലകേൻ്റെ ഒരു ഡോറ്. ഇതുണ്ടല്ലേ, മുടി കണ്ടിട്ടാണ് ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ ചേർന്നിട്ട് ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ കടയാണ്. ഇതുണ്ടല്ലേ, ഇവിടുത്തെ മോണോപ്പൊളി കടയാണ്. ചേട്ടൻ്റെ കടയല്ലേ ഇത്? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉണ്ട് ഇവിടെ? കാട്ടിനകത്തായതുകൊണ്ട് കുറവാണല്ലേ. ആ, ഇവിടെ ഉള്ളവരെല്ലാവരും ഇവിടെ തന്നെ വാങ്ങുന്നത് സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതം തട്ടിമുട്ടി പോകും. അതിനുള്ള പൈസ ഉള്ളിലേക്ക് ഇതേപോലെ വരാറുണ്ടോ? ഇവിടുന്ന് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് വരാറുണ്ടോ? ഇവിടെ വന്നിട്ട് കാണുന്നവർ സാധനം വാങ്ങാനൊക്കെ വരും അല്ലേ? ഒരൊറ്റ കടയിലുള്ള ഏട്ടൻ്റെ ഇവിടെ ഇത് മാത്രം? 2 കട മറ്റേ താഴെയുണ്ട് അല്ലേ? പുറത്തുള്ളവരില്ല, നമ്മളെ മാത്രമേ ഉള്ളൂ. ഈ കോളിനകത്തുള്ളവർ മാത്രമേ ഉള്ളൂ. പുറത്തുള്ളവർക്ക് നിങ്ങൾ പോലത്തെ ആൾക്കാർ വരുമ്പോൾ മറ്റേ എടുക്കുന്ന വന്ന് പോകുന്നേ ഉള്ളൂ. സ്ഥിരഭാഗങ്ങൾ കോളനിക്കാർ മാത്രമേ ഉള്ളൂ. കോളനിക്കാർ മാത്രം സ്ഥിരമാണ് അല്ലേ? ഇതാണ് ചേട്ടൻ്റെ കട. ഇതിൻ്റെ ഉള്ളിലാണല്ലേ. നമ്മളാരും പ്രതീക്ഷിക്കില്ലാണ്ടല്ലേ കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ ചെറിയൊരു കട. ഇതാണ് കണ്ടില്ലേ, കടേൻ്റെ ഉള്ളിൽ എല്ലാ അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. 27 രൂപ 5 വിങ്കോയും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു കടേൻ്റെ ഒരു കാഴ്ചയും കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, ഇതുപോലെ ഒരു ചെറിയൊരു കട ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്നു. അങ്ങനെ മൃഗങ്ങളൊന്നും വരാറില്ല, ശല്യങ്ങളൊന്നും ഇല്ലല്ലോ. രാത്രിക്കാണ് പിന്നെ ഇപ്പോൾ മറ്റേ പുലിയില്ലേ, പുലി ഇറങ്ങലുണ്ട്. ആ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. ആ, കുരങ്ങിനും പട്ടിനെ പിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അത് പട്ടിയും പിന്നെ ഞങ്ങളെ പോറ്റിന് മൃഗങ്ങളൊക്കെ കൊണ്ടുപോകും, അത് മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാരൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഉള്ള ബാക്കി എന്താ ചെയ്യുന്നത്? മറ്റേ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ പിന്നെ ഇവരുള്ളവർ പിന്നെ പുറത്ത് പണിയൊന്നും അറിയില്ല. അതാണ് പുറത്ത് പണി പോകും. പുറത്ത് പണി അറിയില്ല ആർക്കും. അറിയില്ല. പിന്നെ ഇഞ്ചി കൃഷി പിന്നെ വാഴകൃഷിയൊക്കെ ചെയ്യുന്നത് അതൊന്നും അറിയില്ല. സോല കിട്ടതൊക്കെ അറിയില്ല. കപ്പത്തുണ്ടാക്കുന്നൊന്നും അറിയില്ല. കാട്ടത്തെ പണി എടുത്ത് അത് തന്നെ ശരിയായി പോയി. അത് മാത്രമേ അറിയുള്ളൂ. അത് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും. എങ്ങനെ മറ്റേ നെല്ലിക്ക പറിച്ച് വിൽക്കുക, തേന പറിക്കും. പിന്നെ കൽപ്പാസ് എന്ന് പറയുന്ന സാധനം മറ്റു കൊമ്പുകളെ കയറി എടുക്കുന്നത്. എങ്ങനെ കൽപ്പാസ് എന്ന് പറയുന്നില്ലേ, അത് മറ്റേ പെയിന്റിങ്ങിന് അതിനൊക്കെ പോകുന്നുണ്ട്. അത് കിലോയ്ക്ക് 300 രൂപ കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ. അങ്ങനല്ലേ. പിന്നെ തേനൊക്കെ പിന്നെ അത് ഫോറസ്റ്റിൽ എടുക്കുന്നുണ്ട്, സൊസൈറ്റിയിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടീമായിട്ട് എടുക്കുന്നുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ലേ? കുരങ്ങിന്റെ ശല്യമൊക്കെ ഉണ്ടോ? നല്ലോണം. കുരങ്ങിന്റെ ശല്യം നല്ലോണം. അതിന്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും ശല്യം കുരങ്ങിന്റെ അല്ലേ?
അതിപ്പം ഇങ്ങനെ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഫോറസ്റ്റ് നമ്മൾ പറയുന്നത് കൊടുത്തിട്ടും കാര്യമില്ല, ഞങ്ങൾ കാടിനകത്തായി പോയില്ലേ, ഉണ്ടാവും. അത് അതിന്റെ കൂടെ നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. പറ്റും. എന്താണ് മോളെ പേരെന്താ കുഞ്ഞിന്റെ? മോളുടെ പേര് മറ്റേ വിജയ. വിജയ. ആ, അപ്പോൾ ഓക്കെ, ഞങ്ങൾ എന്നാൽ ഇറങ്ങുന്നുണ്ടോ? ഓക്കെ. കുറെ കൂടി ഒരു രക്ഷയില്ല. വിഷ്ണു നീ കൊടുത്തോട്ടെ ചോക്ലേറ്റ്, എൻ്റെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് ചെറിയൊരു പുഴയുണ്ട്, അംഗൻവാടി ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ കാഴ്ചകളാണ്. നമുക്ക് കുറച്ച് നാവിഗേറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അവരെ പുറകിൽ ഇങ്ങനെ വെച്ച് പിടിക്കുക. അവർ പറയുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, ഒരു ബാലവാടി ഉണ്ട്, അതിൻ്റെ അടുത്ത് എന്തോ വെള്ളച്ചാട്ടം കാണാൻ പറ്റും, അരുവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അടുത്താണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, നമ്മുടെ മുമ്പിൽ കൊണ്ടുപോവാണ്, ഫ്രണ്ടിൽ നടക്കുന്നത് ചെക്കന്മാർ. ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ബാക്കിൽ ഇങ്ങനെ പോയി നോക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. അപ്പോൾ അവിടെ ഒരു അംഗൻവാടി ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് ചെറിയൊരു അരുവി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പോയിട്ട് അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇതുണ്ട് ഇവിടെ ഒരു അംഗൻവാടിയൊക്കെ ഉണ്ട്, ഇവർക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ഇവരുടെ അംഗൻവാടി. ഇവിടെയാണ് ഇവർ എന്താ പറയുക ചെറിയ പിള്ളേരൊക്കെ പഠിക്കുന്നൊരു സ്ഥലം തന്നെയല്ലേ. സംഭവം മൊത്തം കഴിഞ്ഞിട്ട് പൊൻകുഴി ഇങ്ങോട്ട് പോന്നിട്ട് കുറച്ചതിൻ്റെ ഉള്ളിലുള്ള കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു അംഗൻവാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, അങ്ങോട്ട് താഴോട്ട് പോയി നോക്കാം അല്ലേ. ബാ, നമ്മൾ ഇവരെ ഒരു വഴി കാണിച്ചു തരുന്നതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദൂരമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയിട്ട് ആ ഒരു കാഴ്ചയോടെ കാണാം. എന്തോ പണിയിലാണ്. അബി ഇതാ ഫ്രണ്ടിൽ ചെക്കന്മാരൊക്കെ ആയിട്ട് ഫുള്ള് കമ്പനിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനും വിഷ്ണു ഇങ്ങനെ പുറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പട്ടി വരയ്ക്കുന്ന ഒച്ചയുണ്ട്. പുലിയാണോ? പുലിയൊന്നും വരില്ലായിരിക്കും. ഇത് കറക്റ്റ് നമ്മുടെ പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അവിടെ നമ്മൾ ഈ ബലികർമ്മ അതിനുള്ളതൊക്കെ വരുന്നില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിൽ ബലി അർപ്പിക്കുന്നൊരു പുഴയുണ്ട്. ആ പൊൻകുഴിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ആ ഒരു പുഴയാണിത്. നമ്മൾ ഇതിലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഭഗവന്മാർ ഈ മരത്തിൻ്റെ കയ്യിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. നമുക്കിതിലേ പോയി പോരെ. സംഭവം ഉഷാറാണ്. നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ഇല്ല ഇങ്ങോട്ട് വന്നപ്പോൾ. നല്ല തണുപ്പുണ്ട്, പിന്നെ ചെറിയൊരു പുഴയുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അല്ലാണ്ട് ഉഷാറല്ലേ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം കണ്ടില്ലേ, 12 മണി കഴിഞ്ഞു. എന്നാൽ ആ വെയിലിൻ്റെ ചൂട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഓ ആ അതാ 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 ഇവരുടെ കളിസ്ഥലമാണെന്ന് തോന്നിട്ടോ. ഇവിടെ വന്നിട്ട് വൻ പ്ലേ ഒക്കെ ഇടുന്നുണ്ട് പോയിച്ച്. എന്താ പരിപാടി, നിങ്ങൾ കൂക്കിയിട്ട് വരെ പുലിനെ വരത്തോ? ഇത് കണ്ടില്ലേ, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ റോഡാണ്. അപ്പോൾ റോഡിന് തൊട്ട് ഈ സൈഡിലുള്ള പുഴ കേട്ടോ. അവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഡെയിലി വന്നിട്ട് കുളിക്കുന്നത്, അവരുടെ ഡെയിലി ജീവിതത്തിലെ കാര്യങ്ങൾ, ഇവരുടെ കുളിയും പരിപാടികളൊക്കെ ചെയ്യുന്ന ഇവിടെ വന്നിട്ടാണ്. ഇവരുടെ ഒരു എന്താ പറയുക, ഡെയിലി വരുന്ന സ്പോട്ട് ആയതുകൊണ്ട് വൻ കൂളായിട്ട് ചെക്കന്മാർ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടാ നിങ്ങൾ കന്നഡൊക്കെ പറയുന്നുണ്ടല്ലോ. അതാ ചിന്നനും പൊന്നനൊക്കെ പായുന്നുണ്ട് ഇവിടെ നിന്ന്. താഴെ വേണ്ട കേട്ടോ. മരത്തിൻ്റെ വരെ കുരങ്ങ് കയറുന്നതിനെക്കാട്ടി സ്പീഡിലാണ് ചാടിപ്പടഞ്ഞ് കയറുന്നുണ്ടല്ലേ. നിങ്ങൾ കുരങ്ങനാണോ? കാട്ടുകുരങ്ങിനെക്കാട്ടി സ്പീഡാന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഓരോ മരത്തിൻ്റെയൊക്കെ വണ്ണം കണ്ടില്ല, അത്രയും നല്ല വണ്ണമാണ്. അത്രയും പഴക്കവും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. പക്ഷെ മേലെ കണ്ടില്ല, ഇലകളൊക്കെ അത്രയും പച്ചപ്പായിട്ട് നിൽക്കുന്നത് കണ്ടില്ല. ഇതിൻ്റെ വേരുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഓരോ വേരുകളും. എന്താണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരെന്നും അവർക്ക് കുറച്ചും കൂടെ മനസ്സിലെപ്പോഴും റിലാക്സ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇവരുടെ അച്ഛനമ്മമാരൊക്കെ ഇവിടെ ജീവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന നെല്ലിക്കയും തേനും കാര്യങ്ങളൊക്കെ പറക്കി വിറ്റും, തേനും മറ്റേ കാട്ടുതേൻ വിറ്റിട്ടും പിന്നെ നെല്ലിക്ക വിറ്റും അങ്ങനെയൊക്കെയാണ് ഇവർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. കണ്ടില്ലേ, അത്രയും ശാന്തവും സമാധാനവുമാണ് അവരുടെ ജീവിതം. നമ്മൾ അതൊന്ന് പകർത്താനും പിന്നെ വയനാടിൻ്റെ ഉള്ളിൽ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതശൈലിയൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നത്.
കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ മേലെ ഇങ്ങനെ കയറിയിരിക്കുകയാണ് കണ്ടല്ലേ. വിഷ്ണു താഴെ നിൽക്കുന്നുണ്ട്. എന്താ അബിക്ക് ഇത് അവിടെ കണ്ടില്ല, കുറച്ച് ഫ്രീ ഫയർ കളിക്കുന്ന ടീമിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അബീൻ്റെ ലോകം ഇതാ എവിടെ വന്നാലും ഫ്രീ ഫയർ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലും ബോയ്സിന് കുറച്ച് ടീമിനെ കിട്ടി. അപ്പോൾ അവരവിടെ ഗെയിമിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ഫയർ ഫാൻസിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും പൊളിയല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ അംഗൻവാടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവന്മാർ കളിക്കുന്നത് കണ്ടോ, ഇതൊക്കെ തുരുമ്പ് പിടിച്ച് നല്ല പോഷിനടിക്കോ. കയറി കയറി മെല്ലാട്ടെ മെല്ലാട്ട്. പോരുന്നോ തീർന്നടാ തീർന്നടാ നിങ്ങളൊക്കെ തീർന്നടാ. ചാടുന്നടാ, കാല് കാല് കയറ്റി കാലിരിക്കടാ കാലിരി. കാല് കാല് കാലിടും. ഒരുത്തും ചോദിക്കണ്ട് ഞാനിപ്പോ ഇവിടെ തലയിറങ്ങി. സംഭവം നമ്മൾ ചെറുതായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇവിടെ കണ്ട് ചെറിയൊരു പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു തത്തമ്മേനൊക്കെ വരച്ച് വെച്ച് ചെറിയൊരു മരവും പിന്നെ ഇവിടുന്ന് ഒരു പ്രാവ് ഇങ്ങനെ ഇല കുത്തിയിട്ട് ഇങ്ങനെ അതുണ്ടല്ലേ 1 2 3 4 ഇങ്ങനെ നമ്പേഴ്സൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇവർ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റ്, ഒരു തണുത്തൊരു കാലാവസ്ഥയും പിന്നെ വെയിലുണ്ട് കേട്ടോ. വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും മനസ്സിലാവുന്നില്ല. സംഭവം വളരെ എന്താ പറയുക നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അത്ര ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഇവരുടെ കൂടെ ഇങ്ങനെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുമ്പോൾ. നമ്മളിവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഒരു കടയിലെത്തിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാ ഇവിടെ ഉള്ളത്? പൊറോട്ടയും പൂരിയൊക്കെ ഉണ്ടോ? അത് ഹോട്ടലാണോ? ഇവിടെ ചെറിയ ചട്ടിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയ ഒരു കുക്കിംഗ് ആണോ? ഫുഡ് ഉണ്ടാക്കുക? ഇത് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? കോഴിക്കറിയോ? എനിക്ക് കുറച്ച് കോഴിക്കറി ആണ് നോക്കട്ടെ. കുറച്ച് കോഴിക്കറിയാ. എൻ്റെ അമ്മ തണ്ടില്ല, വലിയ ചിക്കൻ പീസായിട്ടാ കിട്ടിയ. നിന്റെ അടുത്ത് എന്താടി? നിന്റെ അടുത്ത് എന്താ? നിന്റെ കടയിൽ എന്താ ഉള്ളത്? ഇത് കുറെ സാധനങ്ങളൊക്കെ പീപ്പിയോ അതെന്തൊക്കെ ഉണ്ടല്ലോ. നിന്റെ കടയിൽ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ കുപ്പിയിലെന്താ? ഈ കുപ്പിയിലെന്താ? മീൻകറിയോ? മീൻകറിയോ? മീൻകറി ബിങ്കോയോ? ഓ ബിങ്കോ ഉണ്ടോ? എന്നാ കുറച്ച് ബിങ്കോ നോക്കട്ടെ. ബിങ്കോയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബിങ്കോ കിട്ടി. ഞാൻ കഴിക്കട്ടെ. നിന്റെ പേരെന്താ? അനുശ്രീയോ? നിന്റെ പേരോ? സുജിത. നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ നിന്റെ അടുത്ത് എന്തൊക്കെയല്ലേ കുറച്ച് തന്നെ? നിന്റെ അടുത്ത് എന്തല്ലേ? ദോശ ഇങ്ങനെയാണോ? ദോശ പൊടിയാണോ അത്? അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ പണ്ട് നമ്മൾ പലരും കളിച്ചിട്ടുണ്ടാവും മണ്ണിലിങ്ങനെ, അല്ല ചിരട്ടയിൽ ഇങ്ങനെ മണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവും. വിഷ്ണു നീ കളിച്ചിട്ടില്ലേ? ഓ അതെ, ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പിള്ളേർ കളിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ചും കൂടെ ടൈമിങ് സ്പെൻഡ് ചെയ്ത് നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ഏട്ടൻ പോട്ടെ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഉള്ളൊരു എന്താ പറയുക ഇവിടെ വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈലും പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ ഇവരുടെ വീടും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ